ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. ഞാനിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നെടുമുടിയിലേക്കുള്ള യാത്രയിലാണ്. വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അത് നെടുമുടി ബോട്ട് സർവീസാണ്. അപ്പോൾ നെടുമുടിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. നോക്കിയ ബോട്ട് നിറച്ചു ആൾക്കാരാണ്. നമ്മുടെ ബോട്ടിലൊക്കെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ പുറം കാണിക്കാം. ആദ്യം പുറം കാണിക്കാം. മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഒരു ബോട്ട് ജെട്ടിയിൽ അടുത്തിരിക്കുകയാണ്. നിറച്ചു ആൾക്കാരുണ്ട്. അപ്പോൾ നിറച്ചു ആൾക്കാരാണ്. നല്ല മഴയൊക്കെയാണ്. അപ്പോൾ ഞാൻ 7 മണിക്കാണ് ആലപ്പുഴയിൽ നിന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നെടുമുടി ബോട്ടാണ്. അപ്പം കുട്ടനാടിൻ്റെ ഉൾഭാഗങ്ങളിലൂടെയാണ് ഈ ബോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ നല്ല രാത്രി നല്ല മഴയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നോക്കി ഇതിൻ്റെ സൈഡൊക്കെ ഇത് ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. ടാർപോളിൻ ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയും കാറ്റും ഒക്കെയാണ്. അപ്പോൾ ആളുകളൊക്കെ എല്ലാവരും ഇതുപോലെ ടാർപോളിനൊക്കെ മറച്ച് സൈഡ് മറച്ച് സേഫ്റ്റി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, മഴ കൊള്ളാതിരിക്കാനായിട്ടൊക്കെ. അപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്ത് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ബോട്ടയിൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ബോട്ടെല്ലാം മഴ ചോരുന്നുണ്ട്. യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലേ? ഇത് പഴയ ബോട്ടായതുകൊണ്ട് ഇത് ചോർച്ചയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ബോട്ട് മഴവെള്ളം വീഴുമ്പോൾ ഈ ചോർച്ചയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊത്തിരി പഴയ ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ ചോർച്ച ഇത് ഒരുപാട് കാലം കഴിയുമ്പോൾ ഇതിൻ്റെ ആ തകിടൊക്കെ ഷീറ്റൊക്കെ തുരുമ്പടിച്ചിട്ട് ചോരുമൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചോർച്ചയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമൊക്കെ സ്ഥിരമായിട്ട് ബോട്ടാണ് പോകുന്നത്. സ്ഥിരമായിട്ട് ബോട്ടാണ് പോകുന്നത്. നമ്മുടെ ചാലക്കര വീട്ടിലാണ് ഇറങ്ങുന്നത്. അതായത് ചാലക്കര എന്ന് പറയുമ്പോൾ നമ്മുടെ കൈനീരിക്കപ്പുറം 20 രൂപ പോയിന്റാണ്. ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് 20 രൂപ പോയിന്റ് അല്ലേ? അത് യാത്രാക്ലേശം ഭയങ്കര ദുരിതമാണ്. ആണല്ലേ? നിങ്ങളുടെ ബസ്സൊന്നും അധികം ഇല്ല? ബസ്സൊന്നും ഇല്ല. ഇപ്പോഴും കുട്ടനാടിന്റെ ചില ഭാഗങ്ങളിൽ ബസ് സർവീസ് ഇല്ലെന്നുള്ളത് ഓർത്തണം. അതായത് ഈ കുട്ടനാട്ടിലെ ഒരു 10 വർഷം അടുപ്പിച്ച് തോമസ് ഭരിച്ചിട്ട്, അതായത് LDFന്റെ അതും ഓർക്കണം, കൈനകരിക്കാരനാണ്. MLA ഒക്കെ ആയിട്ടിരുന്ന് അദ്ദേഹമൊക്കെ വന്നിട്ട് സ്വന്തം നാട്ടിൽ പോലും ബസ് വരാത്ത സ്ഥലം ഇപ്പോഴും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ റൂട്ടിലൊന്നും ഒരു വഴി പോലും ഇല്ല. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം തോമസ് ഇത്തവണ പരാജയപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ സ്വന്തം നാട്ടിൽ പോലും ഭൂരിപക്ഷം വളരെ കുറഞ്ഞു. കാരണം LDFന്റെ കോട്ടയാണ്. അവിടെ പോലും ഇത് ഭൂരിപക്ഷം കുറഞ്ഞു. കാരണം അദ്ദേഹത്തോടുള്ള ജനതയുടെ ഒരു മതിപ്പ് കുറവ് തന്നെയാണ്. ബോട്ട് കിടന്ന് ആടി ഉലയുകയാണ്. കാരണം ഇതിപ്പം എന്താണ്, നമ്മുടെ നടുക്കൂടെയാണ് പോകുന്നത്. അതായത് ഇതിപ്പോൾ ഒരു കായൽ ഭാഗത്തെത്തി. കായൽ ഭാഗത്ത് ഞാൻ കാണിക്കാം, നോക്ക്. രാത്രി ആയതുകൊണ്ട് പുറം ഭാഗം കാണാൻ പറ്റില്ല കേട്ടോ. രാത്രി ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് അധികം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പടുതയൊക്കെ ഈ ടാർപോളിനൊക്കെ ഇട്ട് മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് മഴയായതുകൊണ്ട് വെള്ളം അകത്തേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും മറച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ബോട്ടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ജാക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ അടുക്കിയിട്ടുണ്ട്. അഥവാ ഇനി എന്തെങ്കിലും ബോട്ട് എടുക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ല. ആണല്ലേ? അതായത് ബോട്ടിന്റെ യാത്ര വളരെ പരിമിതമാണെന്ന് പറയുന്നത്. അതായത് പല ബോട്ടും ജെട്ടിയിൽ അടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടുന്ന ഒരിതാണ്. അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ പല ജെട്ടിക്കും ഇല്ലെന്നൊക്കെയാണ് സ്ഥിരം യാത്രക്കാരനായ ഇദ്ദേഹമൊക്കെ അവകാശപ്പെടുന്നത്. ഇദ്ദേഹം ഒരു കൈനകരിക്കാരനാണ്. അപ്പോൾ കൈനകരിയുടെ ചില ഭാഗങ്ങളിൽ പോലും കൈനകരിയുടെ 5ാം വാർഡിലുള്ള 5ാം വാർഡ് കൈനകരിയുടെ 5ാം വാർഡിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ബോട്ടിൽ വെച്ച് ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ബസ്സൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ വഴി പോലും ഇല്ല. നടന്നു പോകാൻ വഴികൾ തന്നെ ഇല്ല. അതായത് വഴി പോലും ഇല്ലാത്ത ചില ഏരിയ ഉണ്ട്, റോഡുകൾ പോലും ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട്. പിന്നെ ബസ്സിന്റെ കാര്യം വെള്ളം കയറിയ സ്ഥലങ്ങളാണ്. അതായത് കുട്ടനാട്ടിൽ ഇപ്പോഴും എന്താണ് യാത്രാക്ലേശം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ 5ാം വാർഡ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ LDFന്റെ പരമ കോട്ടയായിരുന്നു. അവിടെ പോലും ഇത്തവണ ഇടിവ് സംഭവിച്ചു. കാരണം നാട്ടുകാരൊക്കെ പൊതുവേ അതാണ് പറയുന്നത്. കാരണം എല്ലാ കൊല്ലവും അവിടെ LDF ലീഡ് ചെയ്യുന്ന മണ്ഡലത്തിൽ ഇത്തവണ LDFന് കനത്ത പരാജയം നേരിട്ടത് അവിടെ വികസനങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്.
ഇത്തവണ അതുകൊണ്ടാണ് LDF നഷ്ടപ്പെട്ടത്. അത് ഇനിയും തിരിച്ചു പിടിക്കണമെങ്കിൽ അതുപോലെ LDF ഒക്കെ ഇനിയും കഠിനാധ്വാനം ചെയ്യാതെ ഇനിയും ഒരു രക്ഷയില്ല. ഇപ്പോഴത്തെ MLA കോൺഗ്രസിന്റെ ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഓടി നടന്ന് ഓരോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. പക്ഷേ ഇത് LDF കോട്ടയാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. വർഷങ്ങളായിട്ട് എൻ്റെ ഓർമ്മയിൽ ചെറുപ്പം മുതലേ ഈ കൈനകരി എന്ന് പറയുന്നത് LDF കോട്ടയാണ്. ആ കോട്ട തകർത്തുകൊണ്ടാണ് ഇത്തവണ തിരിച്ച് UDF ഭരണം പിടിച്ചിരിക്കുന്നത്. അതായത് വൻ ഭൂരിപക്ഷം കേരളം മുഴുവൻ തൂത്തുവാരിയപ്പോൾ കുട്ടനാടും തൂത്തുവാരി. അപ്പോൾ ഇത് നോക്കി നിറച്ചു ആളുകളാണ്, ബോട്ടിൽ നിറയെ ആളുകളാണ്, യാത്രക്കാരാണ്. പിന്നെ മഴയും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ കുട്ടനാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറയുന്നത് ബോട്ട് യാത്രയാണ്. ബോട്ട് യാത്രയാണ് കുട്ടനാട്ടുകാരുടെ ആശ്രയം. ബോട്ട് യാത്ര എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ഇതാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും പിന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ബസ് സൗകര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നൊക്കെ എല്ലാവരും ഈ ബോട്ടും വള്ളവും ഒക്കെ ആശ്രയിച്ചാണ് പോന്നിരുന്നത്. ഇപ്പം കുട്ടനാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മിക്ക ഭാഗങ്ങളിലും ബസ്സും എല്ലാ സൗകര്യങ്ങളും എത്തി. പക്ഷേ എത്താത്ത സ്ഥലങ്ങൾ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് കണക്ക് ഇപ്പോഴും എത്താത്ത ബസ്സൊന്നും എത്താത്ത റൂട്ടുകളുണ്ട്. കുടിവെള്ളം അല്ലേ, കുടിവെള്ളത്തിന്റെ പ്രശ്നവുമുണ്ട്. അത് കൈനകരി ഭാഗത്തൊക്കെയാണ് കൂടുതൽ. അതാണ് ഈ കൈനകരിക്കാർ ആ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത്. അതായത് കുടിവെള്ളത്തിന്റെ ക്ഷാമമുണ്ട്, യാത്രാ സൗകര്യം അതൊക്കെ കൊണ്ടാണ്. അതിന്റെ ഒരു പോരായ്മ കൊണ്ടൊക്കെയാണ് ഇത്തവണ പുതിയ ഒരാളെ പരീക്ഷിച്ചുകളെ ഒന്നും കണ്ട് കുട്ടനാട് തെരഞ്ഞെടുത്തത്. ഇത്തവണ UDF ആളാണ് MLA ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ റോഡ് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയുണ്ടോ? എന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്തവണ ആളുകൾ മാറി ചിന്തിച്ചത് എന്ന് പറയുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ രാത്രിയിൽ ഇതിലെ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ ആലപ്പുഴയിൽ നിന്ന് കുട്ടനാടിൻ്റെ കായൽ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഈ പറഞ്ഞ കൈനകരി വഴി കൈനകരി ഭാഗത്തൂടെ നെടുമുടിയിലെത്തി. നെടുമുടിയിൽ ഇവിടുന്ന് വേണാട്ടുകാട് വഴിയാണ് കേട്ടോ, വേണാട്ടുകാട് വഴിയാണ് ഈ ബോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടനാടിൻ്റെ രുചി, തനതായ രുചി, ഹോട്ടൽ ഫുഡും കാര്യങ്ങളും കള്ളുഷാപ്പും കാര്യങ്ങളും ഒക്കെ ഈ പോകുന്ന വഴിക്കുണ്ട്. നല്ല ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഈ ആലപ്പുഴയിൽ നിന്ന് വേണാട്ടുകാട് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒരുപാട് കള്ളുഷാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിലെ വന്നു കഴിഞ്ഞാൽ പകലാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറത്തെ വിഷ്വൽസ് കാണിക്കാമായിരുന്നു. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് വിഷ്വൽസൊക്കെ വളരെ കുറവാണ്, കാരണം ക്ലിയർ ആവില്ല, ഫുള്ള് ഇരുട്ടാണ്. കാരണം കായലായതുകൊണ്ട് വീടുകളും ഒക്കെ വളരെ കുറവാണ്, ഉള്ളിലേക്ക് മാറിയൊക്കെയാണ് വീടുകൾ. അപ്പം നമുക്ക് സൈഡിൽ നിന്ന് അങ്ങനെ വലിയ വെട്ടോ വെളിച്ചമോ ഒന്നും കിട്ടില്ല. പിന്നെ ഇപ്പോൾ എന്താണ്, മഴയൊക്കെ ആയതുകൊണ്ട് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിലും പുറത്തുണ്ടാകില്ല. പിന്നെ ഇതുപോലെ ബോട്ട് ജെട്ടിയിൽ വന്നെടുക്കുമ്പോൾ ബോട്ടിൽ കയറാനും ഇറങ്ങാനും കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് വളരെ പ്രയാസമാണ്. ബോട്ടിലൊക്കെ കയറാനും ബോട്ട് വന്ന് ഇടിക്കുകയും വെട്ടിയൊക്കെ മറിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ബോട്ടിന് തന്നെ കേട് വരുന്നുണ്ട്. ബോട്ടിന് കേട് വരുന്നുണ്ട്. അതായത് പുതിയ ആൾക്കാരെല്ലാം ബോട്ട് ഇടിച്ചു മാറ്റിയിട്ടാണ് പോകുന്നത്. അതാണ്, അതായത് വെട്ടിയൊക്കെ ഇടിച്ചു മാറ്റിയിട്ടാണ് ആണല്ലേ. അതായത് ഇപ്പം ബോട്ടിലൊക്കെ പോകുമ്പോൾ ഈ ബോട്ട് വന്നെടുക്കുമ്പോൾ ഈ ജെട്ടിക്കിട്ട് വന്ന് ബോട്ട് ഇടിക്കും, ബോട്ടിനും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്, ജെട്ടിക്കും കേടുപാടുകൾ സംഭവിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെയുള്ളവരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇതൊക്കെ ഈ നാട്ടുകാരനാണ്, കൈനകരിയുടെ 5ാം വാർഡിലുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് അവരൊക്കെ നിരാശപ്പെട്ട് അവരോട് എന്നോട് പറഞ്ഞത് കൈനകരിയുടെ 5ാം ഭാഗത്തൊക്കെ 5ാം വാർഡിലൊക്കെ ബസ്സൊന്നും വരുന്നില്ല, യാത്ര ചെയ്യാൻ വളരെ പാടാണ്, കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്, യാത്രാ ദുരിതമാണ് ഇവരെ അലട്ടുന്നത്, കുടിവെള്ള പ്രശ്നം വലിയ പ്രശ്നമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്വന്തം നാട്ടുകാരനായ MLA ഇവിടെ എത്രയോ വർഷം ഇവിടെ ഭരിച്ചു, അതായത് നിയമസഭയിലെത്തി. പക്ഷെ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നില്ലെന്നാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം അവരൊക്കെ അതുകൊണ്ട് വളരെ നിരാശയിലാണ്. കാരണം ഇനിയെങ്കിലും അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. കാരണം ഇപ്പം UDF ഒരു MLA വന്നു ഇവിടെ കുട്ടനാട്ടിൽ നിന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെയാണ് ഇവരിപ്പോൾ അവകാശപ്പെടുന്നത്. നമുക്ക് എന്തായാലും ഈ കുട്ടനാടിൻ്റെ ഉൾപ്രദേശത്തോടെയുള്ള യാത്ര, കായൽ യാത്ര, പക്ഷെ പകൽ നമ്മൾ യാത്ര ചെയ്താൽ വിഷ്വൽസ് ഒക്കെ ക്ലിയർ ആവും. ഇപ്പോഴത്തെ ഇതിലെ വിഷ്വൽസ് ഒക്കെ കുറവാണ്. ബോട്ടിൻ്റെ പുറകിലും ഒക്കെ കണ്ടില്ലേ, ഒരുപാട് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ.
അപ്പോൾ ഞാനിന്ന് ഒരു ബോട്ട് യാത്ര തിരഞ്ഞെടുക്കാനായിട്ട് മെയിൻ കാരണം എന്ന് പറയുന്നത് മഴയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ബോട്ടിലൊരു യാത്ര നടത്തിയേക്കാം. കാരണം എനിക്ക് എൻ്റെ നാട്ടിലേക്ക് ലാസ്റ്റ് ബസ് കിട്ടണമെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് 9:15. അപ്പോൾ 9:15 ബോട്ടിൽ 9:15 ബസ് നമ്മുടെ കിടങ്ങറ ജംഗ്ഷനിൽ വരണമെങ്കിൽ 9:30 അപ്പോൾ എനിക്ക് ഇവിടെ ഒരു 8:30 കഴിയുമ്പോഴത്തേന് എനിക്ക് ഈ പറഞ്ഞ നെടുമുടിയിലെത്താൻ സാധിക്കും. എനിക്ക് ബസ് കയറി അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് ആ ബസ്സും കിട്ടും, സുഖമായിട്ട് എനിക്ക് വീട്ടിലെത്തുകയും ചെയ്യും. അപ്പം മഴ ഒന്ന് ആസ്വദിച്ച് ബോട്ട് യാത്ര, കായൽ യാത്രയൊക്കെ ഒന്ന് ആസ്വദിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് ബോട്ട് യാത്ര തിരഞ്ഞെടുത്തത്. അങ്ങനെ ഞാൻ ബോട്ടിൽ യാത്ര ചെയ്യാറില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് ബോട്ടിൽ യാത്ര ചെയ്തിരുന്ന ആളാണ്. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഇടയ്ക്കുള്ള സമയങ്ങളിലൊക്കെ ബോട്ടിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യും. ഇപ്പോൾ ഒത്തിരി നാളായി ബോട്ടിൽ യാത്ര ചെയ്തിട്ട്. പക്ഷേ ഇവരെ പോലെ ഉള്ളവർക്കൊക്കെ ബോട്ടേ പറ്റുള്ളൂ. കാരണം ബോട്ട് യാത്രയാണ് ഇവർക്ക് പ്രധാനമായിട്ട്. കാരണം ബസ് വരില്ല. അപ്പോൾ ഇവരുടെ ജട്ടിയിലൊക്കെ ബോട്ട് ചെന്നടുത്ത് അവിടുന്ന് കുറേ ദൂരം നടക്കണം അല്ലേ? ആ, ബോട്ട് ജട്ടിയിൽ നിന്ന് കുറച്ച് നടക്കുന്ന സ്ഥലമേ ഉള്ളൂ. കുറച്ച് ദൂരം ഇവർക്ക് ബോട്ട് ജട്ടിയിൽ ഇറങ്ങിയാലും, ഇപ്പോൾ ബോട്ടിൽ പോയി ഇറങ്ങിയാലും കൈനകരി അവിടെ ഇറങ്ങിയാലും ഒരു 20 മിനിറ്റോളം നിങ്ങൾക്ക് അടുത്താല്ലേ ചാലാച്ചറയിലൊക്കെ. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ച് ഉള്ളിലേക്ക് നടക്കണം, ബോട്ട് ഇറങ്ങിയിട്ട് ഒത്തിരി നടക്കണം. അതൊരു വലിയ പരിതാപകരമാണ്. കാരണം ഈ രാത്രിയിലൊക്കെ അങ്ങനെ ഒരു പ്രശ്നം, വെളിച്ചമൊന്നുമില്ല. യാത്ര സൗകര്യവും കുടികളും ഇത് രണ്ടും മതി. ഇപ്പം നമ്മളുടെ ചില ഏരിയയിൽ വരുമ്പോൾ റേഞ്ച് നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ചില ഏരിയയിൽ വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് സമയം നമ്മൾ കായലിൻ്റെ ഉൾഭാഗമായതുകൊണ്ടായിരിക്കാം റേഞ്ച് കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെടും. മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടനാടിൻ്റെ ഒരു രീതി. പക്ഷെ ഒരു കാര്യം എടുത്തു പറയണം, ടൂറിസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു സ്ഥലം കുട്ടനാടാണ്. പുറത്തുനിന്ന് വരുന്നവരെ സംബന്ധിച്ച് നല്ല നാടൻ ഫുഡും നാടൻ രുചികരമായ നല്ല നാടൻ കള്ളും ഒക്കെ കുടിക്കണമെങ്കിൽ കുട്ടനാട്ടിൽ തന്നെ വരണം. ഒരുപാട് നല്ല കാണാൻ പറ്റിയ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടനാട്ടിൽ ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും വരിക, കാണുക. നമ്മളുടെ കുട്ടനാട് വന്ന് കാണാനായിട്ടൊക്കെ നോക്കുക. കാരണം ഒരുപാട് നല്ല കാഴ്ചകളും ഇവിടെ കാണാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ കുട്ടനാട്ടിലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. അതും എടുത്ത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കുട്ടനാടൻ ജനതയുടെ വള്ളംകളി എന്ന് പറയുന്നത് കുട്ടനാട്ടുകാരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളുടെ ഒന്നാണ്. അവരുടെ ജീവനാഡിയാണ്. അതായത് ഇവിടുത്തുകാരുടെ ഒരു വലിയ ആവേശമാണ് വള്ളംകളി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ പിന്നെ ഇവിടെയുള്ളവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. മെയിനായിട്ട് നെൽകൃഷി കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകാരൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഹൗസ് ബോട്ടും കാര്യങ്ങളും അതിലെ ഒരുപാട് സ്റ്റാഫുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ അതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. പിന്നെ ഹോട്ടൽസ്, ഫുഡ്, കള്ളി ഷാപ്പുകൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരുണ്ട് ഇവിടെ ടൂറിസം വന്നതിൻ്റെ വെളിച്ചത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട്, പിന്നെ ഹോം സ്റ്റേകൾ, കാര്യങ്ങൾ, ഹോട്ടലുകൾ, അപ്പോൾ അതൊക്കെ ഇവിടുത്തെ വലിയൊരു വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതുകൂടിയൊക്കെ ഒന്ന് മറക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ കുട്ടനാടിൻ്റെ ഒരു തനതായ രീതി എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും നല്ല ഒരു വിഷ്വൽസാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അതുകൊണ്ടാണല്ലോ ഇവിടെ ഷൂട്ടിങ് ലൊക്കേഷനായിട്ട് കുട്ടനാടിനെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഏത് ഭാഷയിലുള്ള സിനിമയാണേലും ഒക്കെ ഇവിടെയാണ് ചിത്രീകരിക്കുക. അതായത് ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ, ഉറുദു, തെലുങ്ക്, മലയാളം, അങ്ങനെ എല്ലാ ഭാഷയിലും ലാംഗ്വേജിലുള്ള സിനിമയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് മനോഹാരിതയേറിയ ഒരു സ്ഥലമാണ് കുട്ടനാട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ചില പരിമിതികൾ നമുക്കുണ്ടെങ്കിലും ഒരുപാട് നല്ല വശങ്ങൾ ഇവിടെ ഉണ്ട്. പുറത്തുനിന്ന് വരുന്നവരെ സംബന്ധിച്ച് ഇത് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. കാരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കുട്ടനാടൊക്കെ ഒന്ന് കാണണം കേട്ടോ. വരണം, ഇടയ്ക്കൊക്കെ വരണം. ഇപ്പോൾ ജൂൺ, ജൂലൈ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഞങ്ങളുടെ വള്ളംകളിയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ വള്ളംകളിയായ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് അപ്പോൾ അടുത്ത മാസം 23, അതായത് ആഗസ്റ്റ് 23 ആണെന്ന് തോന്നുന്നു. കൃത്യം ഡേറ്റ് എനിക്കറിയില്ല. പക്ഷേ ഏകദേശം എനിക്ക് തോന്നുന്നത് 23-ാം തീയതിയാണ് ഇവിടെ വള്ളംകളി. ആലപ്പുഴ പുന്നമട കായലിൽ നെഹ്റു ട്രോഫി വള്ളംകളി. കൃത്യം രാവിലെ മുതലേ ഇവിടെ മത്സരങ്ങളൊക്കെ ആരംഭിക്കും. ഉച്ച കഴിഞ്ഞ് 2 മണിയോടുകൂടി പ്രധാന മത്സരങ്ങൾ ആരംഭിക്കും. അപ്പോൾ തീർച്ചയായും എല്ലാവരും മുൻകരുതലെടുക്കുക. നേരത്തെ വരാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ എടുക്കുക. നല്ലൊരു മത്സരമാണ്. വള്ളംകളിയുടെ ഏറ്റവും പ്രധാന മത്സരമായ നെഹ്റു ട്രോഫി. അപ്പോൾ അത് കാണാനായിട്ട് ഞാനും ഉണ്ടാവും, നമ്മളുടെ ടീം അംഗങ്ങളെല്ലാം ഉണ്ടാവും.
നമ്മളുടെ ചാനലും ഒക്കെ ലൈവായിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായും അവിടെ എത്തുക. കുട്ടനാട്ടിൽ നേരത്തെ വരാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് 2 ദിവസമൊക്കെ തങ്ങാവുന്നുണ്ടെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. നാളെ നമ്മൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു.